ഹലോ എവരിവൺ. MSc മാത്തമാറ്റിക്സിലെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അതിലെ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യൂണിറ്റ് 1-ൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, ലഗ്രാൻഷെ തിയറം, നോർമൽ സബ് ഗ്രൂപ്പ്സ് ആൻഡ് കോഷ്യൻ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ് ഹോമോമോർഫിസം, ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. ആദ്യം തന്നെ സെറ്റ്, ബൈനറി ഓപ്പറേഷൻസ് എന്നുള്ള ഡെഫിനിഷൻസ് ആണ് നോക്കേണ്ടത്. സെറ്റ് നമ്മൾ ഓൾറെഡി +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു ഒബ്ജക്ട്സിന്റെ കളക്ഷനെയാണ്, അത് വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സെറ്റ് എന്ന് വിളിക്കും. അത് എന്ത് കളക്ഷൻ വേണമെങ്കിലും ആകാം. നമ്പേഴ്സിന്റെ കളക്ഷൻ, 1 2 3 എക്സെട്ര എന്നുള്ള നമ്പേഴ്സിന്റെ കളക്ഷൻ, അല്ലെങ്കിൽ ഒരു കൺട്രിയിലുള്ള ഹ്യൂമൻസിന്റെ, ലിവിങ് ഹ്യൂമൻസിന്റെ കളക്ഷൻ, അങ്ങനെ ഒരു ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന്റെ കളക്ഷൻ, അങ്ങനെ എന്ത് കളക്ഷൻ വേണമെങ്കിലും ആകാം. ഇവിടെ ഈ വെൽ ഡിഫൈൻഡ് എന്നുള്ള ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൽ ഡിഫൈൻഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഒരു സെറ്റിലെ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്താലും നിങ്ങൾ ഒരു സെറ്റിലെ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്താലും അത് സെയിം ആയിരിക്കണം. അപ്പം ഒരു സെറ്റിലെ എലമെന്റ്സ് ആര് നോക്കിയാലും എലമെന്റ്സ് എല്ലാം സെയിം ആയിട്ട് കിട്ടണം. ഇപ്പൊ നമ്മളോട് നാച്ചുറൽ നമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ലിസ്റ്റ് ചെയ്താലും നിങ്ങൾ ലിസ്റ്റ് ചെയ്താലും 1 2 3 എക്സെട്ര ആണ് വരുന്നത്. സോ അതിലെ എലമെന്റ്സ് എല്ലാം സെയിം ആയിരിക്കും. അതാണ് വെൽ ഡിഫൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഒരു ക്ലാസ്സിലെ 10 ഇന്റലിജന്റ് സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഇന്റലിജന്റ് ആയിട്ട് തോന്നുന്ന സ്റ്റുഡൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് തോന്നുന്നത്. സോ നമുക്ക് നമ്മുടെ സെറ്റുകൾ, നമ്മുടെ സെലക്ട് ചെയ്ത ഒബ്ജക്ട്സുകളൊക്കെ ഡിസ്റ്റിന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയിരിക്കില്ല. സോ അതൊരു സെറ്റ് ആയിരിക്കില്ല. സോ സെറ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. സോ സെറ്റിന് എക്സാമ്പിളിലേക്ക് വരുവാണെങ്കിൽ, സെറ്റ് ഓഫ് നമ്പേഴ്സ്, നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. ഫസ്റ്റ് വൺ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സെറ്റ്. ദെൻ Q എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. R ഫോർ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്. Z ഫോർ ഇന്റിജേഴ്സ് ആണ്. ആൻഡ് N ഫോർ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. പിന്നെ അല്ലാതെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ കളക്ഷൻ ഓഫ് ഓൾ ലിവിങ് ഹ്യൂമൻസ് ഇൻ 2025. അത് ആര് സെലക്ട് ചെയ്താലും സെയിം ആണ് കിട്ടാൻ പോകുന്നത്. സോ അതൊരു സെറ്റ് ആണ്. ദെൻ സെറ്റിന് എക്സാമ്പിൾ അല്ലാത്തതിന് എക്സാമ്പിൾ ആണ് കളക്ഷൻ ഓഫ് മോസ്റ്റ് ടാലന്റഡ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് നോട്ട് എ സെറ്റ്. അതായത് എനിക്ക് ടാലന്റഡ് എന്ന് തോന്നുന്ന ആളുകളായിരിക്കില്ല നിങ്ങൾക്ക് ടാലന്റഡ് ആയിട്ട് തോന്നുന്നത്. സോ അതൊരു സെറ്റ് അല്ല. ദെൻ empty സെറ്റ്. empty സെറ്റിന് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ empty സെറ്റ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്നുള്ള സിമ്പൽ, അല്ലെങ്കിൽ ഇത് സെറ്റിന്റെ നൊട്ടേഷൻ ആണ്. അതിൽ എലമെന്റ്സ് ഒന്നും ഇല്ലാതെ ഡിനോട്ട് ചെയ്താൽ അത് empty സെറ്റ്. ദെൻ അടുത്ത ഡെഫിനിഷൻ ആണ് ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ രണ്ട് എലമെന്റ്സിനെ തമ്മിൽ ചെയ്യുന്ന ഏത് ഓപ്പറേഷനെ ആ ഒരു ഓപ്പറേഷനെയാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. അത് ബൈനറി ഓപ്പറേഷൻ ആവണമെങ്കിൽ നമ്മൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഓപ്പറേഷൻ, ടു സ്റ്റാർ ആയിരിക്കണം. ബൈനറി ഓപ്പറേഷനെ നമ്മൾ സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതൊരു ഫംഗ്ഷൻ ആണ് എസ് ക്രോസ് എസിൽ നിന്ന് എസിലേക്ക്. എസ് ക്രോസ് എസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും നമ്മൾ എസിൽ നിന്നുള്ള സെറ്റിലേക്കാണ് ചൂസ് ചെയ്യുന്നത്. അത് ബൈനറി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന എലമെന്റും ആ സെറ്റിൽ തന്നെ ഉണ്ടാവണം. എങ്കിലാണ് നമ്മൾ അതിനെ ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു. നാച്ചുറൽ നമ്പേഴ്സിൽ നമ്മൾ അഡീഷൻ എന്നുള്ള ഓപ്പറേഷൻ ആണ് ബൈനറി ഓപ്പറേഷൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഏത് രണ്ട് എലമെന്റ്സ് എടുത്ത് ആഡ് ചെയ്താലും, ഇപ്പൊ നാച്ചുറൽ നമ്പർ ആയ 2ഉം 3ഉം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന നമ്പർ എന്താണ്? 5 ആണ്. ആ 5 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൽ ഉള്ള ഒരു എലമെന്റിനെയല്ലേ കിട്ടിയേക്കുന്നത്. ഈ 5 ബിലോങ്സ് ടു N ആണ്. അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ എന്ന് പറയുന്നത്. രണ്ട് എലമെന്റ്സ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെന്റും ആ സെറ്റിൽ തന്നെ ഉണ്ടാവണം. സോ അങ്ങനെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിക്കും. ഇനി ബൈനറി ഓപ്പറേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് S1 സ്റ്റാർ S2 എന്നാണ്. ദെൻ അതൊരു ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആവണമെങ്കിൽ രണ്ട് എലമെന്റ്സിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് തേർഡ് എലമെന്റ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതും സെക്കൻഡും തേർഡും ഓപ്പറേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതും സെയിം ആയിരിക്കണം. ദെൻ കമ്മ്യൂട്ടേറ്റീവ് ആവണമെങ്കിൽ A സ്റ്റാർ B ഈക്വൽ ടു B സ്റ്റാർ A ആയിരിക്കണം. സോ അതിന് തന്നെയാണ് എഴുതിയേക്കുന്നത്. S1 സ്റ്റാർ S2 എന്ന് പറയുന്നത് S2 സ്റ്റാർ S1 ആയിരിക്കണം. അതായത് ഇപ്പം ഇതിൽ പറയുവാണെങ്കിൽ 2 + 3ഉം 5 ആണ്. 5 + 2 ചെയ്താലും എന്ത് തന്നെ കിട്ടുള്ളൂ? 3 + 2 ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത്. അപ്പം A സ്റ്റാർ B ചെയ്താലും B സ്റ്റാർ A ചെയ്താലും നമുക്ക് സെയിം എലമെന്റ്സ്, സെയിം വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് വിളിക്കും.
അസോസിയേറ്റീവും ഇതുപോലെ തന്നെ 3 എലമെന്റ്സ് ചൂസ് ചെയ്യണം. ദെൻ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഗ്രൂപ്പ് എന്നുള്ള ഡെഫിനേഷനിലേക്ക് വരുന്നതിന് മുമ്പ് സെമി ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഒരു സെമി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ എംപ്റ്റി സെറ്റും ഒരു ബൈനറി ഓപ്പറേഷനും കൂടുന്ന ഒരു പെയർ ആണ്. ആ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുക, പെയറിനെ വിളിക്കുന്ന പേരാണ് സെമി ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ അണ്ടർ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അതൊരു അസോസിയേറ്റീവ് ആണല്ലോ. 1+2+3 എടുത്താലും 1+2+3 എടുത്താലും സെയിം വാല്യൂ അല്ലേ കിട്ടുന്നത്. അപ്പം അത് അസോസിയേറ്റീവ് ആണ് അഡീഷൻ എന്ന് പറയുന്നത്. സോ അതൊരു സെമി ഗ്രൂപ്പ് ഫോം ചെയ്യും. ദെൻ മൊണോയിഡ്. മൊണോയിഡ് എന്ന് പറയുന്നത് ഒരു സെമി ഗ്രൂപ്പ് ആണ്. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടായിരിക്കണം. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ നമ്മൾ ഐഡന്റിറ്റി എലമെന്റിനെ നമ്മൾ ഒരു ഇ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇ എന്നുള്ള എലമെന്റ് വെച്ച് നമ്മൾ ബൈനറി ഓപ്പറേഷൻ ചെയ്താൽ ആ എലമെന്റ് തന്നെ കിട്ടുവാണെങ്കിൽ ആ ഇനെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി. ഇപ്പം അഡീഷന്റെ കേസിലാണെങ്കിൽ 0 ആണ് അവിടുത്തെ ഐഡന്റിറ്റി. ഇപ്പൊ 1+0 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 1 തന്നെയല്ലേ കിട്ടുന്നത്. 1+0 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 ആണ്. അഗെയിൻ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഒരു 5+0 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? 5 തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പം ഒരു എലമെന്റിനെ 0 വെച്ച് ചെയ്താൽ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടും. അപ്പം അഡീഷന്റെ കേസിൽ 0 ആണ് അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്. ദെൻ ഗ്രൂപ്പ് എന്നുള്ള ഡെഫിനിഷൻ. അപ്പം ഒരു സെമി ഗ്രൂപ്പ് വിത്ത് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മോണോയിഡ് ആയിട്ട് കൂട്ടും. ഇപ്പോ ദെൻ ഗ്രൂപ്പ് എന്നുള്ള ഡെഫിനിഷൻ. ഒരു മൊണോയിഡിന് എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് പറ്റില്ല, വോൾ നമ്പേഴ്സിൽ 0യും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. വോൾ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മൊണോയിഡ് ആണ്. ദെൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ജിയും സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷനും ഉണ്ടായിരിക്കണം. അത് 3 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യണം. ഫസ്റ്റ് വൺ, സ്റ്റാർ അസോസിയേറ്റീവ് ആയിരിക്കണം. സെക്കൻഡ് വൺ, അവിടെ ഇ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഗ്രൂപ്പ് ജി എന്ന് പറയുന്ന സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കണം. ഐഡന്റിറ്റിയുടെ കണ്ടീഷൻ നമ്മൾ പഠിച്ചല്ലോ. എക്സ് സ്റ്റാർ ഇ എടുത്താലും ഇ സ്റ്റാർ എക്സ് എടുത്താലും എന്ത് തന്നെ കിട്ടണം? ആ എലമെന്റ് എക്സ് തന്നെ കിട്ടണം. ദെൻ അവിടെ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. ഒരു എലമെന്റിന്റെ ഇൻവേഴ്സ് മറ്റൊരു എലമെന്റ് ആവണമെങ്കിൽ അവരെ തമ്മിൽ ബൈനറി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടണം. അതായത് ഇപ്പം ഇസഡ് അണ്ടർ അഡീഷൻ എന്നുള്ള ഒരു ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ ഇതിലെ ഒരു എലമെന്റ് 1 എടുത്തു. 1നെ ഞാൻ -1 ആയിട്ട് ആഡ് ചെയ്യുവാന്ന് വിചാരിക്കും. 1ഉം -1ഉം ആഡ് ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? 0 എന്ന് പറയുന്ന നമ്പർ ആണ് കിട്ടാൻ പോകുന്നത്. 0 എന്ന് പറയുന്നത് ഇവിടുത്തെ ഐഡന്റിറ്റി ആണല്ലോ അഡീഷന്റെ കേസിൽ. അപ്പം ഒരു 3 എടുത്താൽ 3+-3 ചെയ്യുമ്പോഴും എനിക്ക് 0 കിട്ടും. അപ്പൊ 1ന്റെ ഇൻവേഴ്സ് ആരായിരിക്കും? -1 ആയിരിക്കും. 3യുടെ ഇൻവേഴ്സ് ആരായിരിക്കും? -3 ആയിരിക്കും. അങ്ങനെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാകും? ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ഇസഡ് അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. സോ സെമി ഗ്രൂപ്പ് എന്താണ്? മോണോയിഡ് എന്താണ്? ഗ്രൂപ്പ് എന്താണ്? ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മള് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൊണോയിഡ് ആണ്. എക്സ്ട്രാ ഒരു പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഇൻവേഴ്സ്, എല്ലാ എലമെന്റ്സിനും ഒരു ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. ദെൻ ഇസഡ് അണ്ടർ അഡീഷൻ ആണ്. ഇസഡ് അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആണ്. പക്ഷെ ഇസഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് അല്ല. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. ദെൻ എൻ അണ്ടർ അഡീഷൻ, നാച്ചുറൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് സെമി ഗ്രൂപ്പ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. സോ സെമി ഗ്രൂപ്പ് ആണ്. പക്ഷെ അതൊരു മോണോയിഡ് അല്ല. കാരണം എന്താ? അവിടെ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഈ അഡീഷന്റെ കേസിലെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അതൊരു മോണോയിഡ് അല്ല, ഗ്രൂപ്പും അല്ല. ഓൾറെഡി ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അതൊരു ഗ്രൂപ്പും അല്ല. ദെൻ സെറ്റ് ഓഫ് വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് W എന്ന് പറയുന്ന സെറ്റില് നാച്ചുറൽ നമ്പേഴ്സ് എലോങ് വിത്ത് 0യും കൂടി ഉണ്ട്. 0, 1, 2 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ വോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. വോൾ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ, അവിടെ ഐഡന്റിറ്റി എലമെന്റ് ആയ 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതെന്തായിരിക്കും? ഒരു മോണോയിഡ് ആയിരിക്കും. പക്ഷെ ഒരു ഗ്രൂപ്പ് അല്ല. കാരണം എന്താ? അവിടുത്തെ എലമെന്റ്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ 1ന്റെ ഇൻവേഴ്സ് -1 ആണ്. അത് W'ല് ഇൻക്ലൂഡഡ് അല്ല. സോ അതൊരു ഗ്രൂപ്പ് അല്ല.
ദെൻ നമുക്ക് എക്സാമ്പിൾ 1ലേക്ക് വരാം. എക്സാമ്പിൾ 1 എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ജിയിലെ എലമെന്റ്സ് ആണ് +1, -1, +i, -i. i എന്ന് പറയുന്നത് √-1നെയാണ് നമ്മൾ i എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, √-1 കോംപ്ലക്സ് നമ്പറിലെ √-1 ആണ് i എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഈ സെറ്റ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളത് കെയ്ലീസ് ടേബിൾ വെച്ച് വരച്ചു നോക്കുവാണ്. ഈ ടേബിളിനെ കെയ്ലീസ് ടേബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. 1ഉം -1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -1 കിട്ടും. ദെൻ i റാൻഡം ആയിട്ടൊരു iയും മൈനസ് ചെയ്ത i² ആണ്. i² ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -1 ആണ്. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ -i × -i ചെയ്ത -i² ആണ് കിട്ടുന്നത്. അപ്പൊ -i², ദെൻ -1 എന്ന് കിട്ടും. അങ്ങനെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിൽ കിട്ടുന്ന എലമെന്റ്സ് എല്ലാം ഇതാണ്. ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവിടെ ഐഡന്റിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എലമെന്റ്സ് എല്ലാം ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതാണല്ലോ. സോ ഇത് ക്ലോസ്ഡ് ആണ്. ദെൻ ഐഡന്റിറ്റി ഉണ്ട്. ഐഡന്റിറ്റി 1 ആണ്. 1 വെച്ച് ഏത് എലമെന്റിനെ ഓപ്പറേറ്റ് ചെയ്താലും ആ എലമെന്റ് തന്നെയല്ലേ കിട്ടുന്നത്. 1 × 1 1 ആണ്. 1 × -1 ആണ്. 1 × i i ആണ്. 1 × -i ആണ്. അങ്ങനെ ഏത് എലമെന്റിനെ ഓപ്പറേറ്റ് ചെയ്താലും അത് തന്നെയാണ് കിട്ടുന്നത്. സോ 1 ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്. ദെൻ എല്ലാവർക്കും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. 1നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. സോ 1ന്റെ ഇൻവേഴ്സ് ആരാണ്? 1 ആണ്. -1നെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. സോ -1ന്റെ ഇൻവേഴ്സ് -1 ആണ്. ദെൻ iനെ -i വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. സോ iയുടെ ഇൻവേഴ്സ് ആരാണ്? -i ആണ്. സോ അഗെയിൻ -iനെ i വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. 1 ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി. സോ -iയുടെ ഇൻവേഴ്സ് ആരാണ്? i ആണ്. അങ്ങനെ എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതെന്ത് ഫോം ചെയ്യും? ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അബീലിയൻ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ഒരു അബീലിയൻ ആവണം എന്ന് പറയണമെങ്കിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ A*B = B*A ആണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചായിരുന്നു. സോ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു നോർവീജിയൻ ഓൾജിബ്രൈസ്റ്റ് ആണ് നീൽസ് ഹെൻറി ക്യാബെൽ. അദ്ദേഹത്തിന്റെ ഡെത്തിന് ശേഷം അദ്ദേഹത്തിന്റെ നെയിം കൊടുത്തേക്കുന്ന ഗ്രൂപ്പുകളാണ് അബീലിയൻ ഗ്രൂപ്പ്. സോ അബീലിയൻ ഗ്രൂപ്പിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സെറ്റ് ഓഫ് മെട്രിസസ് m/n മെട്രിസസിന്റെ കളക്ഷൻ അണ്ടർ അഡീഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2 മെട്രിക്സുകളെ ആഡ് ചെയ്യുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കുമല്ലോ. A എന്ന് പറയുന്ന മെട്രിക്സും B എന്ന് പറയുന്ന മെട്രിക്സും ആഡ് ചെയ്താലും B എന്ന് പറയുന്ന മെട്രിക്സും A എന്ന് പറയുന്ന മെട്രിക്സും ആഡ് ചെയ്താലും നമുക്ക് സെയിം വാല്യൂ അല്ലേ കിട്ടാൻ പോകുന്നത്. അപ്പം മെട്രിക്സ് അഡീഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു അബീലിയൻ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. മെട്രിക്സുകളുടെ കളക്ഷൻ അണ്ടർ അഡീഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ദെൻ അബീലിയൻ അല്ലാത്ത ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് സെക്കൻഡ് വൺ. നോക്കിക്കേ, നോൺ സിംഗുലർ ആയിട്ടുള്ള m/n മെട്രിക്സസും അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ AB എന്ന് പറയുന്നതും BA എന്ന് പറയുന്നതും ഈക്വൽ അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാ AB ≠ BA ആണ്. അപ്പം അതെന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. സോ നോൺ അബീലിയൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് നോൺ സിംഗുലർ. നോൺ സിംഗുലർ മീൻസ് ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിട്ടുള്ള മെട്രിസസും അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ദെൻ SN എന്ന് പറയുന്ന സെറ്റ്. SN എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് പെർമ്യൂട്ടേഷൻസ് ആണ്. n ഒബ്ജക്ട്സ് ഉള്ള പെർമ്യൂട്ടേഷൻ. അപ്പൊ S3 എന്ന് പറഞ്ഞാൽ അതിൽ 3 ഒബ്ജക്ട്സ് കാണും. S4 ആണെങ്കിൽ 4 ഒബ്ജക്ട്സ് കാണും. ആ SN എന്ന് പറയുന്ന സെറ്റും അണ്ടർ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇപ്പൊ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് F കോമ്പോസിഷൻ G യും G കോമ്പോസിഷൻ F ഉം ഈക്വൽ ആവണമെന്നില്ല. അപ്പൊ അതും കമ്മ്യൂട്ടേറ്റീവ് അല്ല. സോ ഇത് രണ്ടുമാണ് നോൺ അബീലിയൻ ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ. സോ അബീലിയൻ ഗ്രൂപ്പ്സും നോൺ അബീലിയൻ ഗ്രൂപ്പ്സും എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. ദെൻ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്സ് എളുപ്പമാണ്. ഒരു ഗ്രൂപ്പ് G ആൻഡ് G* ഉണ്ടെങ്കിൽ അതിലെ നമ്മുടെ നോൺ എംപ്റ്റി സെറ്റ് ജിയുടെ കാർഡിനാലിറ്റി ലെസ് > ആണെന്ന് വിചാരിക്കുക. അതായത് ജിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് ഗ്രൂപ്പ് ആയിരിക്കും? ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഇഫ് ഇൻ കേസ് ജിക്കകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ഗ്രൂപ്പ് ആയിരിക്കും? ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. ജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണോ ഇൻഫിനൈറ്റ് ഗ്രൂപ്പ് ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഒരു G* എന്ന് പറയുന്നതിൽ G ഫൈനൈറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. G ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. സോ ഇനി ജിയിലെ
ജിയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് n ആണെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഓർഡർ n ആണെന്ന് നമ്മൾ പറയും. അതായത് ഓർഡർ ഓഫ് ജി ഈക്വൽ ടു n എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇനി ഇസഡ് അണ്ടർ അഡീഷൻ, ഇസഡ് എന്ന് പറയുന്ന ഇന്റിജേഴ്സിന്റെ കളക്ഷൻ ആണ്, അതൊരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റ് ആണ്. ഇസഡ് അണ്ടർ അഡീഷൻ അതുകൊണ്ട് എന്ത് എക്സാമ്പിൾ ആണ്, ഇൻഫൈനൈറ്റ് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. GLN നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോൺ സിംഗുലർ മെട്രിക്സസിന്റെ കളക്ഷൻ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. നോൺ സിംഗുലർ മെട്രിക്സസിന്റെ കളക്ഷനും ഇൻഫൈനൈറ്റ് ആണ്, സോ അതും എന്തായിരിക്കും, ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിള്, നമ്മളൊരു പുതിയ ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യുവാണ്, ഇസഡൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്. സോ ഇസഡൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അണ്ടർ ദി ഓപ്പറേഷൻ അഡീഷൻ എന്ന് പറയുന്ന ഇതില് ഒരു ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. സോ നമ്മൾ എങ്ങനെയാണ് ഇസഡൻ ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഇസഡൻ എന്ന് പറയുന്നത് ഒരു ഈക്വലൻസ് റിലേഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ബി ഈക്വലൻ ടു എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് n divides a minus b where n belongs to n. The partition is set into equivalence classes depending on the remainder left after dividing an integer by n. ആ സെറ്റ് ഓഫ് ക്ലാസസിനെയാണ് നമ്മൾ ഇസഡിനിലെ എലമെന്റ്സ് ആയിട്ട് വിളിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു നമ്പർ എനെ നമ്മൾ n എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കോഷ്യന്റ് ആയിട്ട് കിട്ടിയത് q ആണ്, റിമൈൻഡർ ആയിട്ട് കിട്ടിയത് r ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a is equal to nq plus r എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ a മൈനസ് ആറിനെ നമുക്ക് ആരെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, n വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കിട്ടുന്ന ആൻസർ q ആയിരിക്കില്ലേ. അതായത് a മൈനസ് ആർ എന്ന് പറയുന്നത് എന്തിനെ വെച്ച് ഡിവിസിബിൾ ആയിരിക്കും, n വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അങ്ങനെ കിട്ടുന്ന റിമൈൻഡേഴ്സിന്റെ കളക്ഷൻ ആണ് ഇസഡനിൽ വരുന്നത്. അതായത് ഇപ്പം Z3 എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതുവാണെങ്കിൽ Z3യിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്പറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിന്റെ കളക്ഷൻ 0, 1, 2 ഇത്രയും റിമൈൻഡേഴ്സ് ആണ് വരാൻ പോസിബിലിറ്റി ഉള്ളത്. ഈ കളക്ഷൻ ആണ് Z3യിൽ വരുന്നത്. ഇവിടെ ഇക്വലൻസ് ക്ലാസ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പം 0 ബാർ, 1 ബാർ, 2 ബാർ എന്ന് എഴുതും. ഇവിടെ 0 ബാർ വെച്ച് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വരുന്ന ആ നമ്പേഴ്സിന്റെ കളക്ഷൻ. അതായത് ഇപ്പം 0 ഉണ്ട്, ദെൻ 3നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത 3 റിമൈൻഡർ 0 ആയിരിക്കുമല്ലോ, 3 വരും, ദെൻ ആര് വരും, 6 വരും, ദെൻ ആര് വരും, 9 വരും, ഇങ്ങനെ എക്സെട്ര പോയിക്കൊണ്ടിരിക്കും. നെഗറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേസമയം 1 ആണെങ്കിലോ, 1 ബാർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സിന്റെ കളക്ഷൻ. അതായത് 1 വരും, പിന്നെ ആരാ വരുന്നത്, 4 വരും, പിന്നെ ആരാ വരുന്നത്, 7 വരും, നെഗറ്റീവ് നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും. 2 ബാർ ആണെങ്കിൽ ഓൾറെഡി നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്, ദെൻ ആര് വരും, 2 വരും, 5 വരും, 8 വരും, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു ക്ലാസ്, ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 0 ബാർ, 1 ബാർ, 2 ബാർ എന്ന് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു കളക്ഷൻ എടുത്തിട്ട് അത് അണ്ടർ അഡീഷൻ, ആ കളക്ഷൻ അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എ ബാർ ബി ബാറിനെ അഡീഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് a പ്ലസ് ബി ബാർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇതൊരു ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ നമ്മൾ എ ബാർ ഈക്വൽ ടു a1 ബാർന്നും ബി ബാർ ഈക്വൽ ടു b1 ബാർന്നും എടുക്കുന്നു. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, a മൈനസ് a1നെ ആര് ഡിവൈഡ് ചെയ്യണം, n ഡിവൈഡ് ചെയ്യണം. ദെൻ ബി മൈനസ് b1നെ ആര് ഡിവൈഡ് ചെയ്യും, n ഡിവൈഡ് ചെയ്യും. സോ n കോമൺ ആയിട്ട് നമ്മൾ എടുത്ത n ഡിവൈഡ്സ് a മൈനസ് a1 പ്ലസ് b മൈനസ് b1. ദെൻ n ഡിവൈഡ്സ് a പ്ലസ് b മൈനസ് a1 പ്ലസ് b1. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a പ്ലസ് ബി ബാറും a1 പ്ലസ് b1 ബാറും സെയിം ആണ്. അതായത് നമുക്ക് അവിടെ തന്നെയുള്ള ഒരു ഈക്വലൻസ് ക്ലാസ്സിലുള്ള ഒരു എലമെന്റിനെയാണ് കിട്ടിയത്. സോ ഇത് ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് വരുന്നത് 0 ബാർ ആണ്. അതായത് 0 വരുന്ന ഒരു നമ്പറിനെ 0 ബാർ വെച്ച് ആഡ് ചെയ്താൽ ആ നമ്പർ തന്നെ കിട്ടുമല്ലോ. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 0 ബാർ ആണ്. ദെൻ നമ്മൾ അവിടുത്തെ ഇൻവേഴ്സ് ആയിട്ട് എടുക്കുന്നത് n മൈനസ് ആർ ആണ്. n മൈനസ് ആർ ഇൻവേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു r ബാർ എന്ന് പറയുന്ന ഒരു എലമെന്റിനെ നമ്മൾ ഇസഡിൽ നിന്ന് ചൂസ് ചെയ്യുന്നു. n മൈനസ് ആർ പ്ലസ് r ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആറും ആറും ക്യാൻസൽ ആയി പോയിട്ട് n ബാർ കിട്ടും. ഈ n ബാർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ, 0 ബാറിനോട് ഈക്വലാ. അതെന്തുകൊണ്ടാ, 0 ബാർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 വരുന്ന ആൾക്കാർ. ഒരു നമ്പർ n ബാർ എന്ന് പറഞ്ഞാൽ എന്താ, n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കണം,
n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എപ്പോഴും എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കില്ലേ വരുന്നത്. അപ്പൊ 0 ബാറും n ബാറും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് n ബാർ ഈക്വൽ ടു 0 ബാർ എന്ന് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് എല്ലാ പിന്നെ അസോസിയേറ്റീവും കമ്മ്യൂട്ടേറ്റീവും ആണോ എന്ന് നമുക്ക് ഓൾറെഡി ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണ്. ഓർഡർ എന്തായിരിക്കും? n. ഇതിൽ n എലമെന്റ്സ് ഉള്ളത് കൊണ്ട് Zn n എലമെന്റ്സ് ഉള്ളത് കൊണ്ട് ഓർഡർ എന്തായിരിക്കും? n ആയിരിക്കും. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്, അതിലേക്ക് പോകാം. അതിനു മുമ്പ് D2n എന്താണെന്ന് നമുക്ക് നോക്കാം. D2n എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമെട്രീസ് ഓഫ് എ റെഗുലർ n-കൾ. ഇറ്റ് ഈസ് കോൾഡ് ഡൈഹെഡ്രൽ ഗ്രൂപ്പ്. അതായത് ഒരു n സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ എടുത്താൽ അതിന്റെ അകത്ത് നടത്താവുന്ന സിമെട്രീസിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ D2n എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പൊ സിമെട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ ആകാം, റിഫ്ലക്ഷൻ ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പം ഒരു ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ആണ്. അതിലെ ഒരു ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ആണ് D8 എടുത്തേക്കുന്നത്. D8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയറിലാണ് നമ്മൾ ചെയ്യുന്നത്. സ്ക്വയറിൽ 2 തരത്തിലുള്ള സിമെട്രീസ് ചെയ്യും. ഒന്ന് നമ്മൾ റിഫ്ലക്ഷനും ചെയ്യുന്നുണ്ട്, ഒന്ന് നമ്മൾ π/2 ഡയറക്ഷനിൽ റൊട്ടേഷനും ചെയ്യുന്നുണ്ട്. റിഫ്ലക്ഷനും റൊട്ടേഷനും ചെയ്യുന്നുണ്ട്. അത് അണ്ടർ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നോൺ അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനും വൈ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനും എടുക്കുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ആണ്, സെൻട്രൽ ആക്സിസിൽ വെച്ച് റിഫ്ലക്ട് ചെയ്യുന്നു. അതായത് ഒരു ആക്സിസിൽ കൂടെ റിഫ്ലക്ട് ചെയ്യുന്നു. വൈ എന്ന് പറഞ്ഞാൽ π/2 പോസിറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. π/2 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് വൈ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഫിഗർ ഉണ്ട്, ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫിഗർ. ABCD എന്ന് വരുന്ന ഒരു സ്ക്വയർ ഉണ്ട്. അതിൽ എക്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിസ് റൊട്ടേഷൻ ആണ്. അപ്പം AB-നെ നമ്മൾ ഈ y ആക്സിസ് ത്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എയും AD എന്ന് പറയുന്ന സൈഡ് ഈ സൈഡിൽ വരും, AD വരും. BC എന്ന് പറയുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡിൽ വരും. എഗെയിൻ ഇതിനെ ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഇതിനെ നമ്മൾ എഗെയിൻ ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ AD എന്ന് പറയുന്ന സൈഡ് ഇവിടെ തന്നെ വരില്ലേ? എഗെയിൻ നമ്മൾ ആക്സിസ് റൊട്ടേഷൻ ആണ് ചെയ്യുന്നത്. AD ഇവിടെ വരും, ഇവിടെ എന്ത് വരും? BC വരും. അതായത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും, രണ്ടാമത്തെ തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം സ്ക്വയർ തന്നെയല്ലേ കിട്ടുന്നത്. അതുകൊണ്ടാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ 2 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഐഡന്റിറ്റി കിട്ടും. അതാണ് എക്സ് എന്നുള്ള ആക്സിസ് റൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ വൈ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ π/2 ഡയറക്ഷനിൽ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം AB-നെ നമ്മൾ π/2 ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബി എന്നുള്ള പാർട്ട് ഇവിടെ വരും, A π/2 ടൈംസ് താഴേക്ക് പോകും, BC ഇവിടെ വരും, AD വരും. ഇതിനെ ഇനി നെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കിക്കേ. നമ്മള് എഗെയിൻ നമ്മൾ ഇത് y ആണ് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ y സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തവണ രണ്ടാമത്തെ ഒരു തവണയും കൂടി റൊട്ടേറ്റ് ചെയ്യുന്നു π/2. അതായത് എന്ത് സംഭവിക്കും? ഈ A എന്ന് പറയുന്ന പാർട്ട് എവിടെ വരും? ഇവിടെ വരും. D ഇവിടെ വരും, C ഇവിടെ വരും, B ഇവിടെ വരും. ഇതാണ് y സ്ക്വയർ. ദെൻ y ക്യൂബ് എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? A ഇവിടെ വരും, B ഇവിടെ വരും, ഇവിടെയാണ് D വരുന്നത്, ദെൻ ഇവിടെയാണ് C വരുന്നത്. ദെൻ y⁴ എന്ത് സംഭവിക്കും? ഒരു തവണ കൂടി π/2 റൊട്ടേറ്റ് ചെയ്യും. അപ്പം എഗെയിൻ A ഇവിടെ വരും, B ഇവിടെ വരും, ദെൻ C ഇവിടെ വരും, D ഇവിടെ വരും. ഇത് നമ്മുടെ ഒറിജിനൽ സ്ക്വയർ അല്ലേ കിട്ടുന്നത്. അതായത് y⁴ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡന്റിറ്റി ആയിരിക്കും. അതായത് ആക്സിസിൽ റിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ 2 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കിട്ടും. π/2 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ y⁴ ഐഡന്റിറ്റി കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലെ എലമെന്റ്സിനെ എങ്ങനെ നോട്ട് ചെയ്യുന്നതെന്ന് വെക്കാം. അപ്പം റിഫ്ലക്ഷൻ ആണെങ്കിൽ അതിൽ എക്സ് ഉണ്ട്, പിന്നെ എന്താണുള്ളത്? E എന്ന് പറയുന്ന രണ്ടാമത് ചെയ്യുമ്പോൾ E ആണ് കിട്ടുന്നത്. റൊട്ടേഷൻ ആണെങ്കിൽ ഫസ്റ്റ് y ഉണ്ട്, ദെൻ ആരുണ്ട്? y² ഉണ്ട്, ദെൻ y³ ഉണ്ട്, എഗെയിൻ ആരുണ്ട്? y⁴ എന്ന് പറയുന്ന ആരാണ്? E ആണ്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ എലമെന്റ്സും കിട്ടും.
അപ്പൊ ഇത് വെച്ചിട്ടാണ് എലമെന്റ്സിനെ എഴുതിയേക്കുന്നത്. ഇ ഉണ്ട്, എക്സ് ഉണ്ട്, പിന്നെ ഈ 4 എലമെന്റ്സും ഉണ്ട്. പിന്നെ ഇവരുടെ കോമ്പോസിഷൻസ് ഉണ്ട്. എക്സ് വൈ ഉണ്ട്, എക്സ് വൈ സ്ക്വയർ ഉണ്ട്, എക്സ് വൈ ക്യൂബ് ഉണ്ട്. എക്സ് ഇൻറ്റു ഇ ചെയ്യുമ്പോൾ എഗെയിൻ എക്സ് തന്നെയല്ലേ കിട്ടുന്നത്. ഇ ഇൻറ്റു ഇ ചെയ്താലും ഇ ആണ്. അപ്പൊ അതാണ് ഈ എലമെന്റ്സ് വന്നേക്കുന്നത്. ഇ, എക്സ്, വൈ സ്ക്വയർ, വൈ ക്യൂബ്, ദെൻ എക്സ് വൈ സ്ക്വയർ, എക്സ് വൈ ക്യൂബ്. ഇത്ര എലമെന്റ്സ് ആണ് ഇതിന്റെ അകത്ത് D8 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇവരുടെ കോമ്പോസിഷൻ ചെയ്തു നോക്കുവാണ് കെയ്ലീസ് ടേബിൾ വെച്ചിട്ട്. അപ്പൊ ഈ വെച്ച് കോമ്പോസിഷൻ ചെയ്യുമ്പോൾ എഗെയിൻ വൺ മോർ തിങ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, എക്സ് വൈയും വൈ ഇൻവേഴ്സ് എക്സും എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് വൈ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്സിസ് റൊട്ടേഷൻ നടത്തി, ഇതാണ് എക്സ്. ആക്സിസ് റൊട്ടേഷൻ ഒരു തവണ നടത്തുമ്പോൾ ഇതാണ് എക്സ് കിട്ടുന്നത്. ഈ എക്സിനെ അതായത് നമ്മൾ എക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതാണ്, എ, ബി, സി, ഡി. ഈ എക്സിനെ വൈ ഓപ്പറേഷൻ ചെയ്യുന്നു. വൈ ഓപ്പറേഷൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു 90 ഡിഗ്രിയിൽ ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ കിട്ടുന്നത്? ബി ഇവിടെ വരും, എ ഇവിടെ വരും, എഗെയിൻ ഡി ഇവിടെ വരും, എഗെയിൻ സി ഇവിടെ വരും. ഇനി നേരെ തിരിച്ച് വൈ ഇൻവേഴ്സ് എക്സ് നമുക്ക് ചെയ്തു നോക്കാം. വൈ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ വൈ ഇൻവേഴ്സ് ആണ്. വൈ ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ വൈ ഇൻവേഴ്സ് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ബി ഇവിടെ വരണം, എ ഇവിടെ വരണം, സി ഇവിടെ വരണം, ഡി ഇവിടെ വരണം. ഇതിനെ നമ്മൾ വീണ്ടും എക്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. എക്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ മാറുന്നത്? റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് എ ബി എന്നുള്ള പാർട്ട് ഈ സൈഡിൽ വരും, ഡി സി എന്നുള്ള പാർട്ട് ഈ സൈഡിൽ വരും. ഇത് ഞാൻ ചെയ്തത് എക്സ് ആദ്യമേ ചെയ്തു, ദെൻ വൈ ചെയ്തു. ഇതിൽ ഞാൻ ചെയ്തത് ആദ്യമേ വൈ ഇൻവേഴ്സ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു? എക്സ് ചെയ്തു. സോ എന്താ സംഭവിക്കുന്നത്? രണ്ടിടത്തും കിട്ടിയേക്കുന്ന റിസൾട്ട് സെയിം അല്ലേ കിട്ടിയേക്കുന്നത്? അപ്പൊ നമുക്ക് എന്തു പറയാം? ഈ രണ്ട് റിസൾട്ട് സെയിം ആണ്. എക്സ് വൈ ചെയ്താലും വൈ ഇൻവേഴ്സ് എക്സ് ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുന്നത്? സെയിം ആണ് കിട്ടുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിലെ ഓരോ എലമെന്റ്സിനെ എടുത്തേക്കുന്നത്. അപ്പം എക്സ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്താ വരുന്നത്? ഇ ആണ് വരുന്നത്. ഇനി ഒരു എലമെന്റ് എടുത്തേക്കുന്നതിന്റെ എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ വൈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ റേസ് ടു 5 ഇൻറ്റു എക്സ് ആണ്. അപ്പം വൈയും വൈ റേസ് ടു 5ഉം സെയിം ആയിരിക്കും. കാരണം വൈ റേസ് ടു 4 എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്. എഗെയിൻ ഒരു വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ വൈ റേസ് ടു 5. അപ്പൊ വീണ്ടും എന്താ കിട്ടുന്നത്? വൈ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ വൈനെ നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത് വൈ റേസ് ടു 5 വെച്ച് റീപ്ലേസ് ചെയ്യാം. വൈ റേസ് ടു 5നെ വൈ സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ് എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. വൈ ക്യൂബ് എക്സിനെ നമ്മൾ എന്തായിട്ടാണ് എടുത്തേക്കുന്നത്? എക്സ് വൈ. ഇതെല്ലാം കോമ്പോസിഷൻ വെച്ചിട്ടാട്ടോ എടുത്തേക്കുന്നത്. അങ്ങനെ കോമ്പോസിഷൻ വൈ സ്ക്വയർ എക്സ് വൈ എന്ന് എടുക്കാം. വൈ സ്ക്വയർ എക്സ് വൈയും വൈ സ്ക്വയറും വൈ സ്ക്വയറിന്റെ ഇൻവേഴ്സും എന്താണ്? സെയിം തന്നെയാണ്. വൈ സ്ക്വയർ ഇൻവേഴ്സിന് നമുക്ക് വൈ ഇൻവേഴ്സ് ഇൻറ്റു വൈ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതാം. വൈ ഇൻവേഴ്സ് നമുക്ക് പുറത്തെടുത്താം. വൈ ഇൻവേഴ്സ് എക്സിന് നമുക്ക് എന്ത് എഴുതാം? വൈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈ ഇൻവേഴ്സ് എക്സിന് നമുക്ക് എക്സ് വൈ എന്ന് കൊടുക്കാലോ. എക്സ് വൈ എന്ന് എടുക്കാം. വൈ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു വൈയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ കിട്ടും. അഗെയിൻ വൈ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് വൈ എന്ന് കൊടുക്കാം. സോ എക്സ് വൈ ഇൻറ്റു വൈ സ്ക്വയർ പറയുമ്പോൾ എക്സ് വൈ ക്യൂബ്. ഇത് ഒരു എലമെന്റ് ചെയ്തേക്കുന്നതിന്റെ എക്സാമ്പിൾ ആണ്. ബാക്കി എലമെന്റ്സ് നമുക്ക് ഇതുപോലെ കോമ്പോസിഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇതൊന്ന് ചെയ്തു നോക്കണം ഓരോ എലമെന്റ്സും കിട്ടുന്നുണ്ടോന്ന്. സോ എല്ലാ എലമെന്റ്സും നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ഇതിലെ എലമെന്റ്സ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഇതിലെ എലമെന്റ്സ് തന്നെയല്ലേ കിട്ടുന്നത്. സോ ഇതെന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ എന്താ പറയുന്നത്? ഒരു ക്ലോസ്ഡ് ആയിരിക്കും. ഇതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണല്ലോ. പിന്നെ അബീലിയൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു വൈ എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് വൈ ക്യൂബ് ആണ്. പക്ഷെ എക്സ് വൈ എന്ന് പറയുന്നത് എന്താ? എക്സ് വൈ ആണ്. അപ്പം എക്സ് സ്റ്റാർ വൈയും എക്സ് കോമ്പോസിഷൻ വൈയും വൈ കോമ്പോസിഷൻ എക്സും എന്താണ്? ഡിഫറെന്റ് അല്ലേ കിട്ടിയേക്കുന്നത്. സോ അവിടെ അബീലിയൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതൊരു നോൺ അബീലിയൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് സബ് ഗ്രൂപ്പ്സ് എന്നുള്ള ഡെഫിനിഷൻ ആണ്. ഒരു എച്ച് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ജി ഉണ്ട്, ഒരു സെറ്റ് ജി ഉണ്ട്. ജിയുടെ സബ്സെറ്റ് ആണ് എച്ച് എങ്കിൽ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. എച്ച് സ്റ്റാർ ഒരു സബ് ഗ്രൂപ്പ് ആവാനുള്ള കണ്ടീഷൻ എച്ച് സ്റ്റാർ എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ആയിരിക്കണം. എലോങ് വിത്ത് എച്ച് എന്തായിരിക്കണം? ജിയുടെ ഒരു
സബ്സെറ്റ് ആയിരിക്കണം. നേരെ തിരിച്ചാണ്. എച്ച് സബ്സെറ്റ് ഓഫ് എന്തായിരിക്കണം? എച്ച് സബ്സെറ്റ് ഓഫ് ഈക്വൽ ടു എന്തായിരിക്കണം? ജി ആയിരിക്കണം. ജിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കണം എച്ച്. അതായത് ഇത്രയേ ഉള്ളൂ. ജിയുടെ ഒരു സബ്സെറ്റ് ആണ് എച്ച് എങ്കിൽ നമുക്ക് എച്ച് സ്റ്റാറിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? ജി സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ആയിരിക്കണം. ജിയുടെ ഒരു സബ്സെറ്റ് ആണ് എച്ച് എങ്കിൽ എച്ച് സ്റ്റാറിനെ ഒരു ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ആ എച്ച് സ്റ്റാറിനെയാണ് സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി അത് എപ്പോഴാണ് ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആവുന്നതെന്ന് ചോദിച്ചാൽ, എച്ച് എന്ന് പറയുന്നത് ഈ ജിയോട് ഈക്വൽ അല്ലാത്ത ഒരു സെറ്റ് ആയിരിക്കണം. എച്ച് ലെസ് ദാൻ ജി ആയിരിക്കണം. അതായത് എച്ച് നോട്ട് ഈക്വൽ ടു ജി ആയിരിക്കണം. എച്ച് സബ്സെറ്റ് ആണ്, ബട്ട് നോട്ട് ഈക്വൽ ടു ആയിരിക്കണം. എച്ചും ജിയും ഈക്വൽ ആവാൻ പാടില്ല. എച്ച് നോട്ട് ഈക്വൽ ടു ജിയും എച്ച് സബ്സെറ്റ് ഓഫ് ജിയും ആണെങ്കിൽ അങ്ങനെ ആ ഒരു എച്ച് സ്റ്റാർ എടുത്താൽ അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ജി എന്ന് പറയുന്ന സെറ്റ് അല്ലാത്ത സബ്സെറ്റുകളെല്ലാം, ജി എന്ന് പറയുന്നത് ജിയുടെ തന്നെ ഒരു സബ്സെറ്റ് ആണല്ലോ, അങ്ങനെ അല്ലാത്ത സബ്സെറ്റുകൾ വെച്ചിട്ടുള്ള ഗ്രൂപ്പുകളെയാണ് പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ഐഡന്റിറ്റി എലമെന്റ് മാത്രമുള്ള ഇത് ഒരു ട്രിവിയൽ സബ് ഗ്രൂപ്പ് ആണ്, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം അതിനെയാണ് നമ്മൾ ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ദെൻ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ, ഈ നമ്മൾ നേരത്തെ പെർമ്യൂട്ടേഷൻസിന്റെ സെറ്റ് പഠിച്ചില്ലായിരുന്നോ? എസ് എൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എൻ പെർമ്യൂട്ടേഷൻസ് ആണ്. ആ പെർമ്യൂട്ടേഷൻസിൽ ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ എടുത്താൽ, അപ്പം എ എൻ എന്ന് പറയുന്നത് ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ മാത്രം കളക്ഷൻ ആണ്. അത് എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? എസ് എന്നിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതൊരു സബ് ഗ്രൂപ്പ് ഫോം ചെയ്യും. എസ് എന്നിന്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. എസ് എൻ അണ്ടർ കോമ്പോസിഷൻ ഒരു ഗ്രൂപ്പാണ്. സോ എ എൻ അണ്ടർ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. പിന്നെ ഇസഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഇസഡ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ഇസഡ് ആണ്. ഇസഡിനുള്ള എലമെന്റ്സ് ഇസഡ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ഇസഡ് അല്ലേ? കാരണം എന്താ? ഇസഡിൽ ആരൊക്കെയാ ഉള്ളത്? ഇന്റിജേഴ്സിന്റെ കളക്ഷൻ ആണ് ഇസഡ്. എല്ലാ ഇന്റിജേഴ്സും വരുന്നുണ്ട്. പക്ഷെ ഇസഡിനിൽ എന്താ ഉള്ളത്? അതിന്റെ അകത്തുള്ളത് ക്ലാസസ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഈക്വലൻസ് ക്ലാസസ് ആണ്. അപ്പം 0 ബാറിൽ തന്നെ 0 റിമൈൻഡർ വരുന്ന കുറെ എലമെന്റ്സ് കാണും. 1 ബാറിൽ 1 റിമൈൻഡർ വരുന്ന എല്ലാ n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന എല്ലാ നമ്പേഴ്സും കാണും. അപ്പം ഇത് ഇസഡിന്റെ ഒരു സബ്സെറ്റ് അല്ല. സോ ഇതൊരു ഒരു സബ് ഗ്രൂപ്പ് അല്ല. ഇസഡൻ എന്ന് പറയുന്നത് ഒരു നോട്ട് എ സബ് ഗ്രൂപ്പ് ആണ്. നോട്ട് എവറി സബ്സെറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഈസ് എ സബ് ഗ്രൂപ്പ്. എല്ലാ സബ്സെറ്റും സബ് ഗ്രൂപ്പ് ആവണം നിർബന്ധമില്ല. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ഇസഡിന്റെ ഒരു സബ്സെറ്റ് ആണ്. പക്ഷെ എൻ അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് ഇസഡ് അണ്ടർ അഡീഷന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് വരത്തില്ല. എൻ അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നില്ലല്ലോ. കാരണം എന്നിന്റെ അകത്ത് ഐഡന്റിറ്റി എലമെന്റ് ഇല്ലല്ലോ, 0 ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് അതൊരു ഗ്രൂപ്പേ ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് സബ് ഗ്രൂപ്പ് ആവണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ദെൻ സബ് ഗ്രൂപ്പ് ആവാനുള്ള ഒരു ക്രൈറ്റീരിയൻ പഠിക്കുവാണ്. ഒരു ഗ്രൂപ്പ് ജിയും അതിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എച്ചും ഉണ്ടെങ്കിൽ എച്ച് സബ് ഗ്രൂപ്പ് ആവാനുള്ള കണ്ടീഷൻ ആണ് പറയുന്നത്, ഇഫ് ആൻഡ് ഓൺലി എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. ഒരു എയും ബിയും നമ്മൾ 2 എലമെന്റ്സ് എച്ചിൽ നിന്ന് എടുത്താൽ എ ബി ഇൻവേഴ്സ് എവിടെ കാണണം? എച്ചിന്റെ അകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് ഒരു സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. അപ്പം സബ് ഗ്രൂപ്പ് ആണോന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കിനി ഒരു പ്രോപ്പർട്ടി മാത്രം ചെക്ക് ചെയ്താൽ മതി. എ ബി ഇൻവേഴ്സ് എച്ചിലുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറമാണ്. ഇത് വെച്ചിട്ട് 2 എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം എക്സാമ്പിൾ 4 പറയുന്നത്, ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ജിയിൽ നിന്ന് എടുത്താൽ ഇത് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് എ ആണ്. അതായത് എയുടെ പവറുകളെല്ലാം വരുന്ന ഗ്രൂപ്പ്. അത് ഒരു സബ് ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് എ എൻ എന്ന് പറയുന്നത് എയുടെ പവറുകളാണ്. അതായത് a⁻0, a⁻1, a സ്ക്വയർ, a ക്യൂബ്, അങ്ങനെ വരുന്ന ആ കളക്ഷനെയാണ് നമ്മൾ ഈ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു സബ് ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം സബ് ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അതിന്റെ അകത്ത് നോൺ എംപ്റ്റി ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എ എന്താണെങ്കിലും അതിൽ കാണുമല്ലോ. എ എന്ന് പറയുന്ന എലമെന്റ് ഇതിൽ എന്താണെങ്കിലും ഉണ്ടാകും. സോ അത് നോൺ എംപ്റ്റി ആണെന്ന് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ നമ്മുടെ മുന്നത്തെ തിയറം വെച്ചിട്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 2 എലമെന്റ്സ് എടുത്തു. ഒരു a⁻m ഒരു a⁻r നമ്മൾ ഈ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് എയിൽ നിന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണ്. എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? എ ബി ഇൻവേഴ്സ് എച്ചിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ എ ഇൻറ്റു ബി ഇൻവേഴ്സ്. എ എന്ന് പറയുന്ന എലമെന്റ് ആയിട്ട് a⁻m ആണ്. ബി എന്ന് പറയുന്ന എലമെന്റ് ആയിട്ട് ആരാണ്? a⁻r ഇൻവേഴ്സ്. ഇത് ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം
എ റേസ് ടു ആർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എ റേസ് ടു മൈനസ് ആർ ആണ്. ഇത് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് ആർ ആണ്. സോ എ റേസ് ടു എം മൈനസ് ആർ എന്ന് കിട്ടും. അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു മൈനസ് ആർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തെന്ന് കിട്ടും? എ റേസ് ടു എം മൈനസ് ആർ എന്ന് കിട്ടും. ഇതൊരു എയുടെ ഒരു പവർ ആയിട്ടുള്ള ഒരു എലമെന്റ് അല്ലേ. എയുടെ എല്ലാ പവേഴ്സും എവിടെ ഇൻക്ലൂഡഡ് ആണ്? സൈക്ലിക് ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇതും എവിടെ ഇൻക്ലൂഡഡ് ആണ്? സൈക്ലിക് ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. സോ എ ബി ഇൻവേഴ്സ് എവിടെയുണ്ട്? ഈ സെറ്റിലുണ്ട്. സോ എന്തെന്ന് നമുക്ക് പറയാം? ഈ നമ്മൾ മുന്നേ പഠിച്ച സബ് ഗ്രൂപ്പിന്റെ ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഇതൊരു സബ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ അല്ലെ? ദെൻ എക്സാമ്പിൾ 5 പറയുന്നത് ജി ബി എ ഗ്രൂപ്പ് ഇസഡ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ സെന്റർ ആണ്. ഇസഡ് ഓഫ് ജി ഡിനോട്ട് ചെയ്യുന്നത് സെന്റർ ഓഫ് ജി ആണ്. അതായത് അതിലെ എലമെന്റ്സ് എങ്ങനെയാന്ന് വെച്ചാൽ എക്സ് ജി ഈക്വൽ ടു ജി എക്സ് വരുന്ന എലമെന്റ്സ്, ആ എലമെന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ സെന്റർ ഓഫ് ജി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് കേട്ടോ. ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത് എക്സ് ജി ഈക്വൽ ടു ജി എക്സ് കിട്ടുന്ന എലമെന്റ്സിന്റെ കളക്ഷൻ. ഇതൊരു സബ് ഗ്രൂപ്പ് ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാനായിട്ട് ഇ എന്ന് പറയുന്നത് എന്താണെങ്കിലും ഐഡന്റിറ്റി എന്താണെങ്കിലും അവിടെ കാണൂലോ. അതായത് ഇ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത എക്സ് ഇൻറ്റു ഇ എന്ന് പറയുന്നതും ഇ ഇൻറ്റു എക്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? സെയിം അല്ലേ കിട്ടുള്ളൂ. അപ്പം ഇ എന്താണെങ്കിലും അവിടെ കാണും. സോ അതൊരു നോൺ എംപ്റ്റി സെറ്റ് ആണെന്ന് നമുക്ക് കിട്ടി. ദെൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്, ഓക്കെ, ദെൻ നമ്മള് എക്സ് അവിടെ ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? എക്സ് ഇൻവേഴ്സും ഉണ്ടാകുമല്ലോ ഗ്രൂപ്പ് ആയതുകൊണ്ട്. അപ്പൊ എക്സ് ഇൻവേഴ്സ് ജി എന്തിനോട് ഈക്വൽ ആയിരിക്കും? ജി എക്സ് ഇൻവേഴ്സിനോട് ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇസഡ് ഓഫ് ജിയിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, എക്സ് നമ്മൾ ഇസഡ് ഓഫ് ജിയിൽ നിന്ന് എടുക്കുവാണ്. എക്സ് ജിയും ജി എക്സും എക്സ് നമ്മൾ ഇസഡ് ഓഫ് ജിയിൽ നിന്ന് എടുത്ത എക്സ് ജിയും ജി എക്സും ഈക്വൽ ആയിരിക്കും. സോ എന്ത് സംഭവിക്കും? ഈ ദെയർഫോറിന്റെ കൂടെ വരുന്നതാണ് ഇത്. എക്സ് ഇൻവേഴ്സ് ജിയും ജി എക്സ് ഇൻവേഴ്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് എക്സ് ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി? സെന്റർ ഓഫ് ജിയിൽ ഉണ്ടെന്ന് മനസ്സിലായി. ദെൻ രണ്ട് എലമെന്റ്സ് നമ്മൾ സബ് ഗ്രൂപ്പ് ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. സോ രണ്ട് എലമെന്റ്സ് എക്സും വൈയും ഇസഡ് ഓഫ് ജിയിൽ നിന്ന് എടുത്തു. അപ്പം എക്സ് വൈ ഇൻവേഴ്സ് ഓഫ് ജി നമ്മൾ അവിടെ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം എക്സ് വൈ ഇൻവേഴ്സ് ഓഫ് ജിനെ നമുക്ക് എക്സ് ഇൻറ്റു വൈ ഇൻവേഴ്സ് ജി എന്ന് എഴുതാം. എക്സ് ഇൻറ്റു വൈ ഇൻവേഴ്സ് ജിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ജി വൈ ഇൻവേഴ്സ് എന്ന് എഴുതാലോ ഈ ക്രൈറ്റീരിയൻ വെച്ചിട്ട്. ഈ ക്രൈറ്റീരിയൻ വെച്ചിട്ട് നമുക്ക് ജി വൈ ഇൻവേഴ്സ് എന്ന് എഴുതാം. സോ എക്സ് ജി ഇൻറ്റു വൈ ഇൻവേഴ്സ് എന്ന് വരും. എക്സ് ജിനെ നമുക്ക് ജി എക്സ് എന്ന് എഴുതാം. സോ ജി എക്സ് ഇൻറ്റു വൈ ഇൻവേഴ്സ് എന്ന് വരും. സോ ജി പുറത്തെടുത്ത ജി ഇൻറ്റു എക്സ് വൈ ഇൻവേഴ്സ് എന്ന് വരും. സോ ഈ ക്രൈറ്റീരിയൻ ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? എക്സ് വൈ ഇൻവേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ് വൈ ഇൻവേഴ്സ് എവിടെയുണ്ട്? ഇസഡ് ഓഫ് ജിയിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? നമ്മുടെ സബ് ഗ്രൂപ്പ് ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഈ സെന്റർ ഓഫ് ജി എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു എന്ന് പറയാം. ജിയുടെ സബ് ഗ്രൂപ്പാന്ന് പറയാം. ദെൻ നമുക്ക് അനദർ ഒരു തിയറം പഠിക്കാനുണ്ട്. എച്ച് കെ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ രണ്ട് സബ് ഗ്രൂപ്പ്സ് ആണെന്ന് വിചാരിക്കാം. ദെൻ എച്ച് കെ എന്ന് പറഞ്ഞാൽ എച്ചിൽ നിന്നൊരു എലമെന്റ് സ്മോൾ എച്ചും കെയിൽ നിന്നൊരു എലമെന്റ് സ്മോൾ കെയും എടുത്താൽ അവരുടെ പ്രൊഡക്റ്റ് എച്ച് കെ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അതായത് എച്ച് കെ ഈക്വൽ ടു കെ എച്ച് ആയിരിക്കും. ഒരു സബ് ഗ്രൂപ്പ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എച്ച് കെയും കെ എച്ചും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. പിന്നെ എച്ച് ഇന്റർസെക്ഷൻ കെ എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ദെൻ എച്ച് യൂണിയൻ കെ എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. എന്താണ് കണ്ടീഷൻ? ഒന്നെങ്കിൽ എച്ച് കെയുടെ സബ്സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കെ എച്ചിന്റെ സബ്സെറ്റ് ആയിരിക്കണം. തിയറം ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളതാണ്. ദെൻ ഇത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് വരുന്നത്. നമ്മൾ ഡൈഹെഡ്രൽ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡൈഹെഡ്രൽ ഗ്രൂപ്പിന്റെ അകത്ത് D10 ആണ്, അതായത് 10 എലമെന്റ്സ് വരുന്ന എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്തേക്കുന്നത് എക്സ് റേസ് ടു ഐ വൈ റേസ് ടു ജെ എന്നാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഐയുടെ വാല്യൂ പോകുന്നത് 0, 1 വരെ പോകുന്നുള്ളൂ. അതായത് എക്സിന്റെ വാല്യൂ ഏതൊക്കെ വരുള്ളൂ? എക്സ് എടുക്കാം. എക്സ് റേസ് ടു 0 വരുമ്പോൾ അത് ഐഡന്റിറ്റി ആണല്ലോ. എക്സ് റേസ് ടു 0 വരുമ്പോൾ ഐഡന്റിറ്റി, എക്സ് റേസ് ടു 1 വരുമ്പോൾ മിക്സും. വൈയുടെ വാല്യൂ പോകുന്നത്, ജെയുടെ വാല്യൂ പോകുന്നത് 0 തൊട്ട് 4 വരെയാണ്. അപ്പൊ വൈയുടെ വാല്യൂ ഏതൊക്കെ വരാം? വൈ റേസ് ടു 0 ഐഡന്റിറ്റി വരും, പിന്നെ വൈ വരും, ദെൻ വൈ സ്ക്വയർ വരും, വൈ ക്യൂബ് വരും, ദെൻ ലാസ്റ്റ് ആയിട്ട് ആര് വരും? വൈ റേസ് ടു 4 വരും. ഇത്ര എലമെന്റ്സ് വരും. അതാണ് ഇതിലെ എലമെന്റ്സുകളെ കളക്ട് ചെയ്തേക്കുന്നത്. വൈ റേസ് ടു 5 ചെയ്യുമ്പോൾ എഗൈൻ എന്താണ്? ഐഡന്റിറ്റി കിട്ടും. എക്സ് വൈ ഇൻവേഴ്സ് വൈ ഇൻവേഴ്സ് ആയിരിക്കും. ഈ സൈക്ലിക് ഗ്രൂപ്പ് എച്ച് എന്ന് പറയുന്നത് എക്സിന്റെ മാത്രമുള്ള സൈക്ലിക് ഗ്രൂപ്പാണ്. ഇതാണ് എച്ച്. കെ എന്ന് പറയുന്നത് വൈയുടെ സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ കെ യൂണിയൻ എച്ച്, കെ ഇന്റർസെക്ഷൻ എച്ച്, എച്ച് കെ
ഇതൊക്കെ കണ്ടുപിടിക്കണം. ഇതൊക്കെ ഇത് D10ന്റെ സബ് ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ H യൂണിയൻ കെയിൽ ആരൊക്കെയാ ഉള്ളത്? ഇതിന്റെ രണ്ടിലെ എലമെന്റ്സുകളുടെ കളക്ഷൻ എടുക്കണ്ടേ? അപ്പം നമ്മൾ ആരെയൊക്കെ എടുക്കണം? രണ്ട് എലമെന്റ്സിന്റെയും കളക്ഷൻ എടുക്കണം. അപ്പം E എടുക്കണം, X എടുക്കണം. E ഓൾറെഡി എടുത്തിട്ടുണ്ട്. Y സ്ക്വയർ, Y ക്യൂബ്, Y⁴. ഇനി H ഇന്റർസെക്ഷൻ കെയിൽ ആരാ ഉള്ളത്? കോമൺ ആയിട്ടുള്ള എലമെന്റ് E മാത്രമല്ലേ ഉള്ളൂ. H ഇന്റർസെക്ഷൻ കെയിൽ E മാത്രമേ വരുള്ളൂ. ഇനി HK എന്ന് പറഞ്ഞാൽ ഇവരുടെ കോമ്പോസിഷൻസ് ആണ്. E ഇൻറ്റു E വരും. E ഇൻറ്റു X ഇൻറ്റു Y വരും. Y സ്ക്വയർ, Y ക്യൂബ്, Y⁴. ദെൻ X ഇൻറ്റു E X വരും. എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ X Y സ്ക്വയർ, X Y ക്യൂബ്, X Y⁴. HK ഇത് വരും. ഇതിൽ നിന്ന് നമുക്ക് എന്തു പറയാം? H യൂണിയൻ K എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സബ്സെറ്റ് ആണോ? അല്ല, D10ന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നില്ല. അതായത് എക്സും വൈയും എവിടെയുണ്ട്? H യൂണിയൻ കെയിലുണ്ട്. പക്ഷെ ആരില്ല? എക്സ് യൂണിയൻ Y എന്ന് പറയുന്നത് XY എന്നുള്ള ടൈം അല്ല, XY എന്നുള്ള ടൈം H യൂണിയൻ കെയിലുണ്ട്. പക്ഷെ എക്സും വൈയും H യൂണിയൻ കെയിലുണ്ട്. പക്ഷെ XY എന്നുള്ള ടൈം H യൂണിയൻ കെയിൽ ഇല്ല. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് E ആണ്. അതൊരു ട്രിവിയൽ സബ് ഗ്രൂപ്പ് ആണ്. പിന്നെ HK എന്ന് പറയുന്നത് എന്തിനോട് തന്നെ ഈക്വൽ ആ? D10ലുള്ള എലമെന്റ്സ് തന്നെയല്ലേ HKയിൽ വരുന്നത്. അതുകൊണ്ട് HK എന്ന് പറയുന്നത് D10ന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. അതിന്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും? അതിൽ 10 എലമെന്റ്സ് ഉള്ളതുകൊണ്ട് 10 ആയിരിക്കും എലമെന്റ്, 10 ആയിരിക്കും അതിന്റെ ഓർഡർ. അപ്പോ ആരൊക്കെ സബ് ഗ്രൂപ്പ്? സബ് ഗ്രൂപ്പ് അല്ലാത്ത ആരാ? H യൂണിയൻ K മാത്രമാണ് സബ് ഗ്രൂപ്പ് അല്ലാത്തത്. ബാക്കി രണ്ടും എന്താണ്? സബ് ഗ്രൂപ്പ് ആണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർട്ട് 1. അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കാം. ബാക്കി ഭാഗം ബാക്കി ലഗ്രാൻഷ് തിയറം അങ്ങനെയുള്ള കുറച്ച് തിയറംസും എക്സാമ്പിൾസും പഠിക്കാനുണ്ട്. അത് നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.